അല്ല, കുട്ടിക്കാലം എല്ലാവരുടെയും കുട്ടിക്കാലം പോലെ തന്നെ അതേപോലെ നടന്നു. ഒരു വില്ലേജ് ജീവിതം, അവിടെ കളിച്ച് മാവുന്തോപ്പും കുളവും പുഴയും ഇതൊക്കെ കഴിച്ചിട്ടുള്ള ഒരു കുട്ടിയെ ജീവിതം. സാധാരണ ഞങ്ങളുടെ നാട്ടിലെ വില്ലേജിലെ മറ്റു കുട്ടികളോടൊത്ത് ജീവിച്ചു പോകുന്ന ഒരു കാലം. സ്കൂൾ, പ്രൈമറി സ്കൂളിൽ അവിടെ CMS സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് സ്കൂളിൽ പോയി. അങ്ങനെ പ്രത്യേകിച്ച് അതിനെ പറ്റിയൊന്നുമില്ല. പക്ഷെ കുറച്ച് വികൃതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മ പറഞ്ഞതാണ് എനിക്ക് കുറച്ച് വികൃതിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എഞ്ചിനീയറിങ് നാട്ടിൽ നിന്ന് സിവിൽ ഇതിലെടുത്തു. അതെ, നമ്മുടെ പോളിടെക്നിക്കിൽ നിന്നാണ് ഫസ്റ്റ് ഡിപ്ലോമ എടുത്തത്. അന്നത്തെ കാലത്ത് 64 ഞാൻ SSLC പാസ്സാവുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് ആകെ ഒരു നമ്മളുടെ നാട്ടിലെ മണപ്പുറത്ത് ആകെ ഒരു പോളിടെക്നിക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉള്ളത്. അന്ന് സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പോകുന്നത് വല്ല ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് സെക്രട്ടറി ജോബ്, ടൈപ്പ് റൈറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ അന്നത്തെ മെയിൻ ഈ വില്ലേജിലുള്ള കുട്ടികളുടെ ഒരു ചാൻസ്. പിന്നെ ചുരുക്കം ചില കുട്ടികൾ അവിടെ തൃശ്ശൂരോ മറ്റോ പോയി, ഇവിടെ സെൻറ്റ് തോമസ് കോളേജ് ഉണ്ട്, അവിടെയൊക്കെ പോകാൻ. പക്ഷെ അന്ന് അവിടെയൊക്കെ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് ബസ്സുകളില്ല, റോഡില്ല, അങ്ങനെ സൗകര്യം. അപ്പോൾ അടുത്തുള്ളത് ഈ പോളിടെക്നിക്കിലാണ്, അവിടെയാണ് പഠിച്ചത്. റോഡ് ബോർഡർ ഇതിലേക്കായിരുന്നു ആദ്യം. പിന്നെ അവിടുന്ന് പാസ്സായി 67 ഞാൻ പാസ്സായിട്ട് അന്നത്തെ കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സ് എന്താ പറയുക, അതൊരു സെമി മിലിറ്ററി ഓർഗനൈസേഷനാണ്. അന്ന് നമ്മളുടെ ബോർഡറിൽ ഇപ്പോൾ ഈ ചൈന വാർ കഴിഞ്ഞ 62 ചൈനീസ് വാർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോർഡർ റോഡ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് എല്ലാ ബോർഡറിലേക്കും റോഡുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അന്ന് സെൻട്രൽ ഗവൺമെൻറ് എടുത്തത്. അതിൽ പല പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പോൾ നേഫ ഏരിയയിലേക്ക് ഉണ്ട്, ബീക്കൺ ഈ നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ഉണ്ട്, പിന്നെ ഈ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ നേഫ ഏരിയയിലേക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ജോലി കിട്ടിയത് നേഫ ഏരിയയിലേക്ക്. എത്ര വർഷം അതിൽ? ഞാൻ 67 മുതൽ 70 വരെ ഉണ്ടായിരുന്നു. 3 വർഷം ജോലി ചെയ്തിരുന്നു. അത് ഒരു നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലൊരു വലിയൊരു ഇന്ധനമായിട്ട് മാറിയിട്ടുണ്ടാവും. അതെ, അതുവരെ നമ്മൾ വളരെ സ്വതന്ത്രനായിട്ട് നടന്നിരുന്ന 18ാമത്തെ വയസ്സിലാണ് ഞാൻ അവിടെ ജോലിക്ക് ചേരുന്നത്. 18ാമത്തെ വയസ്സിൽ ഇങ്ങനെ മിസോ ഹിൽസ് എന്ന് പറയുന്നത് അന്ന് വളരെ ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിരുന്നു. അത് മിസോ റെബൽസ് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കൊന്നും ആരും പോകില്ല, വണ്ടി ഓടിച്ചൊന്നും പോകില്ല ഇന്ത്യ. അപ്പോൾ എപ്പോഴും ഏത് സമയത്തും റെബൽ അറ്റാക്കോ പ്രതീക്ഷിക്കാം. അപ്പോൾ അന്ന് പോകുന്നത് ഇപ്പോൾ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ആസാമിലെ സിൽച്ചർ എന്ന ടൗണിലാണ്. അവിടെയാണ് എല്ലാവരും എത്തിയ. അവിടെ നിന്നൊരു കോൺവോയ് മിലിറ്ററി അകമ്പടിയോട് കൂടിയിട്ട് ആണ് ഈ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോവാം. അപ്പോൾ അത് 10, 30, 40 വണ്ടികൾ ഒരുമിച്ച് അതിൻ്റെ അനുസരിച്ച് അത്രയും പട്ടാളക്കാരും ഒക്കെ ഒരുമിച്ചുള്ള ഒരു കോൺവോയിലായിരിക്കും പോവുക. അതൊരു ദിവസം ഒരു 25 കിലോമീറ്ററേ അത് ടോട്ടൽ ഡിസ്റ്റൻസ്. 40 കിലോമീറ്ററിൽ ഒരിക്കലും കവർ ചെയ്യില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ദുബായിക്ക് പോകുന്നത്. അന്ന് ദുബായ് ഒരു സ്വപ്നഭൂമിയാണ് അവിടെ. അപ്പോൾ ഗൾഫ് എന്ന് പറയില്ല, ദുബായ് എന്നേ പറയുള്ളൂ. അപ്പോൾ കുറച്ച് ആൾക്കാർ ദുബായിൽ പോയിട്ടുണ്ട്, അബുദാബിയിൽ പോയിട്ടുണ്ട്, പിന്നെ ബഹ്റൈനിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹരം നാട്ടിലുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നഭൂമിയാണ് ദുബായ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ മിസോയിലിരിക്കുമ്പോൾ ഉപ്പ തന്നെയാണ് പാസ്പോർട്ട് എടുത്തത് എനിക്ക് വേണ്ടിയിട്ട്. അത് അന്ന് പാസ്പോർട്ട് ഓഫീസ് മദ്രാസിൽ മാത്രമേ ഉള്ളൂ. അന്ന് പാസ്പോർട്ട് കിട്ടാൻ തന്നെ വലിയൊരു 6-8 മാസമൊക്കെ പിടിക്കും. ഇന്നത്തെ പോലെ ഒക്കെ കിട്ടുന്ന പരിപാടിയൊന്നും ഉണ്ടായില്ല. അങ്ങനെ പാസ്പോർട്ട് എടുത്തിട്ട് പാസ്പോർട്ട് കിട്ടിയപ്പോൾ ദാറ്റ് ഈസ് ഹാഫ് ദ ജോബ്. ദെൻ യു നീഡ് ടു ഗെറ്റ് എ വിസ. അന്ന് ചിലവിടെ ഈ പൈസ കൊടുത്ത് അറേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി, ഒരു ഫാമിലി ഫ്രണ്ട് വഴി ഇവിടെയുള്ള ചിലരെ അവർ ഓർഗനൈസ് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഞാൻ ആദ്യമായി ദുബൈയിൽ 1970 ദുബൈയിൽ ഞാൻ വരുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് നോക്കുമ്പോൾ സിന്ധഗ ടണലിന്റെ നിർമ്മാണത്തിലടക്കം ഒരു പങ്കുവഹിച്ചതായിട്ട്. സിന്ധഗ ടണലിന്റെ സെറ്റിംഗ് അപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാനല്ല ഇവിടെ ദുബൈയിൽ വന്ന് ആദ്യത്തെ ലാസ്റ്റിലെ ജോബ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മസ്കത്തിലേക്ക് പോയി. അപ്പോൾ എത്ര വർഷം ഇവിടെ ദുബൈയിലുണ്ടായി? ദുബൈയിൽ ഞാൻ 15 മാസമുണ്ട്. ആദ്യം വന്നത് ഞാൻ ഇവിടെ മഷ്രിഖ് ബാങ്ക്, അന്നത്തെ കാലത്ത് ബാങ്ക് ഓഫ് ഒമാൻ, അന്ന് മുർഷിദ് ബസ് അവിടെ
അവിടെ ഒരു ഹെഡ് ഓഫീസുള്ളൂ. അപ്പം അതിൽ 3 മാസം ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് കോസ്റ്റിയൻ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ആയിരുന്നു ഇവിടുത്തെ ഹാർബർ പണിത് തരുന്നതും ഈ എയർപോർട്ട് പണിതിരുന്നത്. അപ്പോൾ ഹാർബറിലായിരുന്നു എനിക്ക് ജോലി. ഇപ്പം നമ്മുടെ അവിടെ ഹയാത്ത് റീജൻസി ഹോട്ടൽ നിൽക്കുന്നുണ്ടല്ലോ, അവിടെ ആ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റുകൾ, അതൊരു റിക്ലൈം ഏരിയയാണ്. അതിനുള്ള സീവാള് കെട്ടുന്നതിൽ നൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. ഓക്കെ. അപ്പോൾ ഈ അഭിമാനം ഉണ്ടാവും പറയുമ്പോഴും എനിക്കും വലിയ അഭിമാനം തോന്നുന്നുണ്ട്. അതിൻ്റെ സെറ്റിംഗ് അപ്പിൽ വേറെ പണികളിലൊന്നും ഇല്ല, പക്ഷേ ആ സെറ്റിംഗ് അപ്പ് അല്ലേ, അതേപോലെ ആ സീവാള് കെട്ടുന്നതിലും ഒക്കെ സെറ്റിംഗ് അപ്പും അലൈൻമെൻറ്റും അതിൻ്റെ സർവേറും അതിൻ്റെ നൈറ്റ് എഞ്ചിനീയറും ഞാനായിരുന്നു. കാരണം ബർദുബയും ദേറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയൊരു ജീവനാടി കൂടിയാണല്ലോ. അതെ 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 അതെ. സിൻഡക്കാട്ടൻ അന്ന് കടലിൻ്റെ അടിയിൽ കൂടെ ഇതൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനും തന്നെ ആലോചിച്ചത് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ ദേ ആർ ഇന്റർനാഷണൽ കമ്പനി കോസ്റ്റിയൻ, ദേ ഹാഡ് ദ ടെക്നോളജി, ദേ ഹാഡ് ദ നോളേജ്, ദേ ഹാവ് ദ എക്സ്പെർട്ടീസ്. അതുകൊണ്ടാണല്ലോ മിക്കവാറും ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഫ്രം ദ വെസ്റ്റേൺ കൺട്രീസ് ത്രൂ മിഡിൽ ഈസ്റ്റ് ഇറ്റ് ഹാസ് സ്പ്രെഡ് അക്രോസ് ദ വേൾഡ്, ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ. കൺസ്ട്രക്ഷൻ മെത്തേഡ്സ്, ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് ആൾവേസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ടെക്നോളജി ആൻഡ് നോളേജ്. അപ്പോൾ ദുബൈ ആണെങ്കിൽ ഒരു വികസന കുതിപ്പിലേക്ക് ഇങ്ങനെ പതുക്കെ വരുന്നൊരു സമയം കൂടിയാണ്. അത് പിന്നെ ഇവിടെ തന്നെ ഒരുപാട് സാധ്യത ഉണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ട് ഒമാൻ എന്നുള്ള അത് അന്ന് 71-72 ആ കുതിപ്പ് അത്ര പൈസയൊന്നുമില്ല. അന്ന് ഡോളർ ഒന്ന് ഫോർ എക്സാമ്പിൾ ഒരു ബാരൽ ക്രൂഡ് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നു 80, 70, 100 എന്നൊക്കെ പറയുമല്ലോ. അന്ന് വെറും $1.50 ഉള്ളൂ. $1 ഞാൻ വരുമ്പോൾ അന്ന് 25 രൂപയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി ഒരു ഫോറിൻ ട്രാവലർക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുക. അപ്പോൾ 25 രൂപ എന്ന് പറഞ്ഞത് $8.3 കിട്ടുമായിരുന്നു. അപ്പം അന്ന് ഇന്ത്യയുടെ റുപ്പീസിൻ്റെ മൂല്യം കൂടുതലാണ്, 3 രൂപ $1. ഇന്നിപ്പോൾ 100 രൂപയായി, 91 രൂപയായി. അന്നൊരു സ്വർണം ഒരു പവന്, നമ്മുടെ 22 കാരറ്റ് സ്വർണം 95 രൂപ. ഞാൻ വിറ്റതാണ് എന്നിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ദുബൈയിൽ നിന്ന് ഒമാനിലേക്ക്? അപ്പം അന്ന് ഇപ്പം ദുബായിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ കോസ്റ്റിയൻ കമ്പനിയിൽ ഞാൻ ഒരു ഏഷ്യൻ എന്നുള്ള നിലയ്ക്ക് എത്താവുന്ന അതിൻ്റെ ഒരു പൊസിഷനിൽ എത്തി. പിന്നെ അതിന് മേലെ പോകുന്ന ഒരു പൊസിഷനിൽ അത് ഇറ്റ്സ് എ ബിഗ് ഹർഡിൽ. അന്നും വൈറ്റ്സ് ആർ സുപ്പീരിയർ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അന്ന് 70കളിൽ ഒക്കെ ഉണ്ടല്ലോ. ഇന്ത്യക്കാർ ലിറ്റിൽ ഇൻഫീരിയർ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ may not be that, there may not be that smart എന്നുള്ള. അപ്പോൾ ഒരു അവരുടെ ഒരു മാനസികമായിട്ടുള്ള അവരുടേതായ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള പോക്ക് കുറച്ചും കൂടെയും റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഒമാനിൽ പുതിയ രാജാവ് കാബൂസ് സുൽത്താൻ ഏറ്റെടുക്കുന്നതും ആ രാജ്യത്ത് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സമയത്ത്. അപ്പോൾ അതാണ് നമുക്ക് ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. പുതിയ സുൽത്താൻ വരുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നു, പുതിയ സപ്പോർട്ട്, ഫോറിൻ ഗവൺമെൻറ്റ്സിൻ്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കൂടുതൽ വരുന്നു എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഇവിടെ നമ്മൾക്ക് ചില നിബന്ധനകളും റെസ്ട്രിക്ഷൻസും വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഈസ് എ ബെസ്റ്റ് ചോയ്സ്. ഓഫ് കോഴ്സ് അന്ന് വളരെ നല്ല ജോലി, അന്നത്തെ 70 നല്ല കംഫർട്ടബിൾ ജോലി, നല്ല അവിടെ തന്നെ തൊട്ടടുത്ത് ഒരു ഫ്ലാറ്റിൽ താമസം, നമുക്ക് എൻ്റേതായ ഒരു ഫ്ലാറ്റ്. അന്നൊക്കെ അതൊക്കെ ഞാൻ വന്ന് 1970 ആദ്യം വന്നത് ഞങ്ങളൊരു റൂമിൽ ഒരു ഫ്ലാറ്റിൽ ഞങ്ങൾ 16 പേരൊക്കെ താമസിച്ചിരുന്നു. അപ്പം അന്നത്തെ കാലം. അതേസമയത്ത് ഇന്നിപ്പം ഒരു വർഷം കൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു ഫ്ലാറ്റ്, നല്ല കംഫർട്ടബിൾ ജോലി, ഒരു അംഗീകാരം, പൈസ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടേതായ ഒരു തുടങ്ങാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെയാണ് പോയിട്ടുള്ളത്. അവിടെ പോയിട്ട് ഗൾഫാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആദ്യം സെറ്റപ്പ് ചെയ്യുന്നത്. അതെ. ഞങ്ങൾ വെറും 5 ജോലിക്കാരെ വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്.
ആദ്യമായിട്ടൊരു ജോലി സൂറിൽ കിട്ടിയത്. സൂറിൽ അവിടുത്തെ ഗവർണറുടെ വില്ല. ഓക്കെ. അന്നത്തെ കോൺട്രാക്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 12,000 റിയാൽ, അതായത് ഒരു $30,000. ഓക്കെ. അതായിരുന്നു കോൺട്രാക്ട് വാല്യൂ. അടിപൊളി. പക്ഷെ അന്ന് 12,000 റിയാൽ എന്ന് പറഞ്ഞാൽ നല്ല, അന്നത്തെ അവിടുത്തെ ലേബറിൻ്റെ അന്നത്തെ ദിവസക്കൂലി $1 താഴെയുള്ളൂ. അങ്ങനത്തെ. അപ്പം അന്നത്തെ ചുറ്റുപാടും അന്നത്തെ വിലയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു തുടക്കമാണ്. വില്ല നിർമ്മാണം. അന്നത്തെ ഗവർണറുടെ വീട്, ഗവൺമെന്റ്, അവിടെ ഒന്നുമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടുത്തെ ഗവൺമെൻറ് ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഫോക്കസ് ഓൺ ഈച്ച് ഡിസ്ട്രിക്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യം, അവിടുത്തെ ഹോസ്പിറ്റൽ, സ്കൂള്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മുന്നോട്ട് ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഈ അന്നത്തെ കാലത്ത് കോൺട്രാക്ടേഴ്സ് വളരെ കുറവ്, വളരെ ചുരുക്കം കോൺട്രാക്ടേഴ്സ്. അത് പിന്നെ ഉള്ളത് ഇൻ്റർനാഷണൽ കോൺട്രാക്ടേഴ്സാണ്, ഈ ബ്രിട്ടീഷ് കോൺട്രാക്ടേഴ്സ്. അവർ ഈ ഇൻറ്റീരിയറിൽ പോകാനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈൽ, ദേ വിൽ നോട്ട് ലീവ് ദാറ്റ് ലൈഫ് സ്റ്റൈൽ. അന്ന് ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിൽ അത് ക്യാപിറ്റലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ മറ്റുള്ള സൂറിൽ, മറ്റു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് വിട്ടുപോകുന്നത്. അപ്പോൾ അന്ന് സൂറിലേക്ക് പോകണമെങ്കിൽ അന്ന് കടൽ മാർഗ്ഗമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞങ്ങൾ സൂറിലേക്ക് പോകുന്നത് രാത്രി ഈ മത്രേന്ന് ലോഞ്ചിൽ കയറിയാൽ പിറ്റേ ദിവസം കാലത്ത് സൂറിലെത്തും. അങ്ങനെ അവിടെയാണ് പണി. ആ സമയത്ത് ഗുജറാത്തികളും കുറച്ച് നല്ല, അവിടെ അന്ന് ഗുജറാത്തികൾ സെറ്റിലാണ്. ഗുജറാത്തികൾ കുറെ ബിസിനസ്സുകാരുണ്ട് അവിടെ. അവിടുത്തെ പലചരക്ക് കച്ചവടമൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത് ഗുജറാത്തികളാണ്. പക്ഷെ നമുക്കൊരു വലിയൊരു അവസരം തുറന്നു കിട്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അല്ല, അവസരം തുറന്നു കിട്ടി. നമുക്ക് അവിടെ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ നിർമ്മാണം തുടങ്ങുന്ന ഒരു അവസരത്തിൽ നമ്മൾ അവിടെ ചെന്ന് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഏറ്റെടുത്ത ഓരോരോ ജോലികളും അതേ സമയത്ത് നല്ല രീതിയിൽ ഭംഗിയായി മറ്റൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ തീർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വില്ലയിൽ നിന്ന് പിന്നെ നമ്മൾ റോഡ് ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിലേക്ക് മാറുകയാണ്. അത് പിന്നെ കാലക്രമേണ കുറേശ്ശെ വലുതായി നമ്മൾ അങ്ങ് പിന്നെ നമ്മളത് ഒരു ഡൈവേഴ്സിഫൈ ചെയ്ത് എല്ലാവിധ മേഖലകളിലും നമ്മളുടെ പണി ചെയ്യാനുള്ള ഒരു കോമ്പിറ്റൻസി, കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഈ ഗൾഫാർ എന്നുള്ള ഈ ഒരു പേരെങ്ങനെ വന്നു? ഗൾഫാർ എന്ന് പറഞ്ഞ പേര് തുടക്കം എന്ന് വെച്ചാൽ ജൽഫാർ എന്നാണ് ഈ അറബിയിൽ പേര്. ഈ ജൽഫാർ എന്ന് പറഞ്ഞാൽ ഈ റാസൽ ഖൈമ ഏരിയ, അതിനാണ് ഈ ജൽഫാർ എന്ന് പറയുന്നത്. അത് പണ്ട് കാലത്ത് ഒമാന്റെ ഭാഗമാണ് എന്നാണ് അവിടുത്തെ അവർ വിശ്വസിച്ചിരുന്നത്. കാരണം മസൻഡം ഏരിയയുടെ തൊട്ടടുത്താണല്ലോ അത് കഴിഞ്ഞാൽ. അപ്പോൾ അത് പിന്നെ ഞാനത് ഗൾഫാറാക്കിയതാണ്. അതിൽ സുൽത്താൻ കാബൂസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണവും നമ്മുടെ ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവും. അത് അദ്ദേഹം വളരെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു രാജാവായിരുന്നു. ഓരോ പ്രദേശത്തും പോയി ആ അവിടുത്തെ നാട്ടുകാരെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു 5-year പ്ലാൻ ഉണ്ടാക്കുക. നമ്മുടെ വരുന്ന ബഡ്ജറ്റ് നമുക്ക് വരുമാനം അനുസരിച്ചുള്ള ചിലവ് ചെയ്യാൻ, അതനുസരിച്ച് ഒരു അലോക്കേഷൻ അവിടെ ചെയ്ത്. ഇപ്പോൾ അന്ന് സ്കൂളൊന്നുമില്ല. അന്ന് ഞാൻ ചെല്ലുന്ന കാലത്ത് രണ്ട് സ്കൂള് ഇവിടെ ഒമാനിലുള്ളൂ. അപ്പോൾ നമുക്ക് സ്കൂൾ വേണം, ഹോസ്പിറ്റൽ വേണം, ഇലക്ട്രിസിറ്റി വേണം, വെള്ളം വേണം, റോഡ് വേണം, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ വേണം, സ്പോർട്സ് ഫെസിലിറ്റീസ് വേണം. ഇതൊക്കെ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ സ്ഥലത്തും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം അതിൻ്റെ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൈം ബൗണ്ടായിട്ടും പ്രൊഫഷണലായിട്ടും ഏറ്റെടുക്കുന്ന ഈ വർക്കുകളൊക്കെയും പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ ഗൾഫാറിനെ അടയാളപ്പെടുത്തുന്ന പ്രധാന ഘടകം. പക്ഷേ ഗൾഫാറിനെ പോലെ പല കമ്പനികളും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടെയും കാര്യക്ഷമമായി വർക്ക് ചെയ്തു. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിപാടികളൊന്നുമില്ല. ഇതിൽ ഫോക്കസ് ചെയ്തിരുന്നു. നമ്മൾ ക്ലയൻറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് അവൻ്റെ നമ്മളെല്ലാം സത്യസന്ധമായി ജോലി ചെയ്ത് സമയത്തിന് തീർത്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു പേരുണ്ടാക്കാൻ. നമുക്ക് ഏതൊരു കാര്യത്തിനും ചെയ്യുമ്പോഴും നമ്മൾക്ക് വിശ്വാസമുള്ള വേണം. ആ വിശ്വാസം
ഇത് പൈസയിലൊന്നും ഒതുങ്ങണതല്ല. അത് പൈസയ്ക്ക് അതിനൊരു വില മതിപ്പിക്കാൻ പറ്റില്ല. ഞാനും നിങ്ങളും തമ്മിലുള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അസറ്റ്. വി കനോട്ട് പുട്ട് എ വാല്യൂ ടു ഇറ്റ്. ഐദർ യു ട്രസ്റ്റ് മീ ഓർ യു ഡോണ്ട് ട്രസ്റ്റ് മീ. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോൾ ഒമാനിലുടനീളം ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ റോഡായാലും മറ്റ് സംവിധാനങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു കയ്യൊപ്പുണ്ട്, നമ്മളുടെ ഒരു മുദ്രയുണ്ട് എന്ന് കാണുമ്പോൾ മലയാളി എന്ന നിലക്ക് നമുക്ക് വലിയ അഭിമാനം തോന്നും. അതിലപ്പുറം വ്യക്തി എന്ന നിലക്ക് ഇതിനൊക്കെയും അടിത്തറ പാകാൻ ഭരണകൂടത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ ഗൾഫാർ മുഹമ്മദ് അലിക്ക് അതെങ്ങനെ പിന്നെ അടയാളപ്പെടുത്താൻ? ഗൾഫാർ മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എൻ്റെ അത് ഗൾഫാർ കമ്പനിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇവിടുത്തെ അന്നത്തെ ഒമാനീസോ അവർക്ക് 3 പേരുണ്ട്. സാലിം, സയ്യിദ്, അൽഫൻ, അലറീം, അങ്ങനെ ഒരു 3-4 പേരുണ്ടാവില്ലേ. അങ്ങനെയാണ് അവരറിയുക, കബീല വെച്ചിട്ടാണ്. ഇത് നമ്മൾ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരു പേരാ. അപ്പോൾ മുഹമ്മദ് അലി ശരി ഗൾഫാർ എന്ന ഒരു നാട്ടുകാർ ഉണ്ടായി അത് തിരിച്ചറിയാൻ വേണ്ടി ചെയ്തതായിരിക്കും. പക്ഷെ ഒമാനികൾ എന്നുള്ളത് നമ്മളിപ്പോഴും പല ഗൾഫ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒമാനികൾക്ക് വിനയവും ഈ കഠിനാധ്വാനവും ഇതൊക്കെ കുറേ കൂടി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് എൻ്റെ ഫോക്കസ് വാസ് മണി മേക്കിംഗ് വാസ് നോട്ട് മൈ മിഷൻ. കൂടുതൽ ആ രാജ്യത്തിന് ഗുണമാവണം, അവിടുത്തെ ജനങ്ങൾക്ക് ഗുണം ചെയ്യണം. 6000-ൽ പരം അവിടുത്തെ നാട്ടുകാർക്ക് ജോലി കൊടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തു. 6000. അന്ന് ഗവൺമെൻറ് കഴിഞ്ഞാൽ ബിഗ്ഗസ്റ്റ് എംപ്ലോയർ വാസ് ഗൾഫാർ. അതിനെ വെറുതെ ശമ്പളം കൊടുക്കുക മാത്രമല്ല, അവരെ ജോലി ചെയ്യാൻ സജ്ജരാക്കുക, അവരെ ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ഹോൾഡ് ദെയർ ഹാൻഡ് ആൻഡ് മേക്ക് ദം ലേൺ ആൻഡ് മേക്ക് ദം ടു മേക്ക് എ യൂസ്ഫുൾ സിറ്റിസൺ. എനിക്ക് തോന്നുന്നു സ്വദേശിവൽക്കരണം ഏറ്റവും കൂടുതൽ പ്രായോഗിക തലത്തിൽ വിജയിച്ചതും ഒമാനിലായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഒരു വലിയൊരു നല്ല പങ്ക് എനിക്കുണ്ട്. എന്നെ അവിടുത്തെ ഒമാനൈസേഷൻ കമ്മിറ്റിയുടെ ജോയിൻറ്റ് ചെയർമാനായിട്ട് എന്നെ നിയമിച്ചത്. ഇത് 90-ലെ കാര്യമായി ഞാൻ പറയുന്നത്. So we have done a great job on that, I believe. പൊതുവേ നമ്മൾ മലയാളികൾ പറയാണ്ട് അറബികളെ കൊണ്ടൊന്നും പറ്റൂല, അവർ വെറുതെ പൈസ കൊടുത്താണ്ട് വീട്ടിലിരുത്താൻ നല്ലതെന്നൊക്കെ. പക്ഷേ അതാണ് മറ്റുള്ളവർ ചെയ്യുന്നത് എങ്കിൽ അതൊരു ശരിയായല്ല. ദാറ്റ് വി ആർ വേസ്റ്റിംഗ് മണി, അവർ മണി, ആൻഡ് വേസ്റ്റിംഗ് ദെയർ പേഴ്സണാലിറ്റി. ഒരു രാജ്യത്തിൻ്റെ ഒരു മാനവ ഹ്യൂമൻ റിസോഴ്സസ് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ദർ ഇസ് നോ പോയിന്റ്. നമുക്ക് ഏതൊരു രാജ്യത്തും 3 നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ഇത് അവിടെ ഒമാനിൽ അത്രയധികം ഓയിലൊന്നുമില്ല. അവർക്ക് നല്ല ഇത് വിസ്താരമായ ഇതുണ്ട്. ഇറ്റ്സ് എ ബിഗ് കൺട്രി. ദർ ഈസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദെയർ. അതിന് ആളുകളും നമ്മൾ അവരെ യോഗ്യരാക്കിയില്ലെങ്കിൽ പിന്നെ വെറുതെ വിൽ ഗോ. അതിന് ഏത് മെത്തേഡായിരുന്നു സ്വീകരിച്ചത്? ഇവർക്ക് ട്രെയിനിങ് വേണ്ടി വരും, ഒരു പെർസ്പെക്റ്റീവ് ചിലപ്പോൾ ഇത് മാറ്റേണ്ടി വരും. അതിനൊക്കെ എന്ത് മെത്തേഡായിരുന്നു? അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ തന്നെ മൈൻഡ് സെറ്റ്. ദേ ആർ ഹ്യൂമൻ റിസോഴ്സസ് ആർ ദി സ്ട്രെങ്ത് ഓഫ് എനി കമ്പനി. അവരെ നമ്മൾക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരെ ട്രെയിനിങ്ങിന് വേണം, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, യു ഹാവ് ടു ഹോൾഡ് ദെയർ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് അവർ നമ്മൾ ഉദ്ദേശിച്ചത് എന്തോ അവർക്ക് അതിന് പ്രാപ്തരാക്കാനുള്ള ആ സന്മനസ്സും ആ സഹിഷ്ണുതയും ഒക്കെ നമ്മളിലുണ്ടാവണം. അല്ലെങ്കിൽ നമ്മൾ വെറും ലാഭം മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ പൈസയൊക്കെ ഉണ്ടാക്കും, പക്ഷെ കമ്പനി വളരണമെങ്കിൽ നമ്മളിതെല്ലാം ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യണമോ, ഗവൺമെൻറ് എന്തൊക്കെ ഉദ്ദേശിക്കുന്നുവോ നമ്മൾ അതനുസരിച്ച് പോയാൽ നമ്മളെ അംഗീകരിക്കും, നമുക്ക് സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് വി ആർ ഡൂയിങ് ദെയർ ജോബ് ആൾസോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെയും ഒമാനിൽ തന്നെ ആയിരുന്നു തുടക്കത്തിലൊക്കെയും പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കും. എനിക്ക് തോന്നുന്നു പിന്നെ എംഫാർ ഒക്കെ വരുന്നത് 92 കൂടിയാണ്. 92-ലാണ് എംഫാർ തുടങ്ങി 96-ലേക്കാണ്. അപ്പോൾ അത്രയും കാലം പരമാവധി പിന്നെ ഒമാനിൽ തന്നെ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു തീരുമാനം. ഒമാൻ അന്ന് വളരെ നല്ല ഡെവലപ്പ്. ഈ 70, 80, 90-കളിലൊക്കെ ഒമാൻ വാസ് ദ ഷൈനിങ് സ്റ്റാർ എമംഗ് ദ ഗൾഫ്. ഒരുപാട് മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരും ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ടായിരുന്നു ഒമാനിലായിരുന്നു. അന്നൊന്നും ദുബൈയിലോ അബുദാബിയിലും അത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒമാനിൽ നല്ലൊരു സാധ്യത ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ല
പിന്നെ ഈ ഓയിൽ പ്രൈസസ് ഇപ്പം മേലോട്ടും താഴോട്ടും പോകുന്നതനുസരിച്ചായിരിക്കുമല്ലോ ഗവൺമെൻറ്റിൻ്റെ വരുമാനം. അത് അനുസരിച്ചായിരിക്കും അവരുടെ ബഡ്ജറ്റ് അലോക്കേഷൻ, അതനുസരിച്ചായിരിക്കും ജോലിക്ക് വരുന്നത്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അന്നും ഈ ലോക്കൽ കമ്പനീസിന് ചെയ്യാവുന്ന ഒരു ലിമിറ്റുണ്ട്. അതിൻ്റെ ഒരു വോളിയൂമും അവരുടെ കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉണ്ട്. അത് കഴിഞ്ഞ് പോണതൊക്കെ ഇൻ്റർനാഷണൽ കമ്പനികൾക്കാണ്. ആ ഇൻ്റർനാഷണൽ കമ്പനി ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്കും പിന്നെ വി ക്യാൻ കോമ്പീറ്റ്. അവർക്ക് അന്നൊക്കെ ഈ ഇൻ്റർനാഷണൽ അവരുടെ പ്രൈസ് റേഞ്ച് വേറെ ആയിരിക്കും. അപ്പം ആ ലെവലിലേക്ക് എത്താനും അവരോട് കിടപിടിച്ച് അവരെ അതിൽ നിന്ന് മുന്നോട്ട് പോകാനും നമ്മൾക്ക് സാധിച്ചു എന്നുള്ളത് ഐ ഫീൽ പ്രൗഡ് അബൌട്ട് ഇറ്റ്. അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇൻറ്റേണലായിട്ട് ഇപ്പോൾ ജീവനക്കാരെ പിന്നെ അവർക്കൊരു കൃത്യമായിട്ടുള്ളൊരു ദിശാബോധം കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, പുതിയ സങ്കേതങ്ങൾ അവരെ പരിചയപ്പെടുത്തുക, ആ അപ്രോച്ചൊക്കെ എങ്ങനെയാണ് ഗൾഫാർ ഇത്ര വിജയകരമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കിയത്? നമ്മളുടെ ജോലിക്കാരാണ് നമ്മളുടെ പ്രധാന അസറ്റ്. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനും അവരെ അതിന് പ്രാപ്തരാക്കാനും നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണം. നമ്മളുടെ അന്നത്തെ നാട്ടിൽ നമ്മളുടെ അത്രയധികം കോമ്പറ്റൻ്റ് ആയുള്ള ആൾക്കാർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദേ ആർ ട്രെയിനബിൾ, ദേ ആർ കോമ്പറ്റൻ്റ്, ദേ ആർ അഡോപ്റ്റബിൾ, they will adapt to any situation and any adversities. ആ റെസിലിയൻസ് ഒക്കെ നമ്മുടെ ആൾക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്ററാണത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി വെച്ചിട്ട് തന്നെ അതെ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ട്രീറ്റ് ദം ആസ് യുവർ അസെറ്റ്, നോട്ട് ആസ് ഇതെന്താ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. നമ്മൾ ഇഫ് യു ബിൽഡ് ദാറ്റ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പക്ഷെ വളരെ ഡീൽ വിത്ത് ദം, ആ ഒരു ഹ്യൂമൻ വേ ഉണ്ടല്ലോ, ഒരു ഹ്യൂമൻ ടച്ച്. നിങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട, ഒന്നില്ലെങ്കിൽ എന്താ അമ്മയുടെ വിശേഷം എന്താണ്, ഇറ്റ്സ് കണക്ട് ടു ദ പീപ്പിൾ യുനോ, അല്ലെങ്കിൽ വീട്ടിലാളുടെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ നമ്മളൊരു ഹ്യൂമൻ ടച്ച് എന്തിനും കൊണ്ടുവരണം. ആ ഒരു കണക്ടിവിറ്റി, വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ്, വി ആർ എ ബിഗ് ഫാമിലി. അന്ന് കാലത്തൊക്കെ ഈ ഗൾഫിൽ വരുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ്, അന്നൊരു സിനിമക്കാർ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് പിന്നെ ഉസ്താദ് മുസ്ലിയാർ വരും നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞൊന്നും ആ കാലത്ത് വന്നിട്ടില്ല. അപ്പം ഇവരൊക്കെയാണ് അന്ന് എന്തെങ്കിലും വന്നാൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, നമുക്ക് ഒരു മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്ന, അതിൽ പൈസ ചിലവായൊന്നും ബുദ്ധിമുട്ടല്ല, പക്ഷെ എന്നാലും ഒരു മനസ്സിനൊരു കുളിർമ ഉണ്ടാക്കുന്ന അവസരങ്ങളാണ് അതൊക്കെ. അപ്പം ഇന്നിപ്പോൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ ദുബൈയിലിപ്പോൾ എല്ലാം അവിടുന്ന് ആൾക്കാർ ഇവിടെ താമസിക്കാൻ വരുന്നു, പക്ഷെ അതല്ല അന്നത്തെ കാലത്ത്. പക്ഷേ ഈ വളരുന്ന സ്ഥാപനങ്ങളിൽ തന്നെ നോക്കുമ്പോൾ ജീവനക്കാർ പല ഘട്ടങ്ങളിലും പിന്നെ അവർ അസംതൃപ്തരായിരിക്കും. അസംതൃപ്തി അവരിൽ സജീവമായിട്ട് പോകുന്ന അവസ്ഥയാണ് മിക്ക മലയാളി മാനേജ്മെൻറ്റുള്ള സ്ഥാപനങ്ങളിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എവിടെയായിരിക്കും പരാജയപ്പെടുന്നത് ഈ സ്ഥാപനങ്ങൾ? അത് നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമോ, അല്ലെങ്കിൽ പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ പിന്നെ മാനേജ്മെൻറ്റിന് ഇടപെടാനുള്ള പരിമിതി ആയിരിക്കുമോ? ഞാൻ പറഞ്ഞ ഒരു ഹ്യൂമൻ ടച്ച് ഏത് കാര്യത്തിനുണ്ടാവണം. നമ്മളിപ്പോൾ അവർക്കൊരു അത്യാവശ്യമുണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്, വി ഷുഡ് ഇൻ്റർഫിയർ, വി ഷുഡ് സപ്പോർട്ട് ദം, വി ഹെൽപ്പ് ദം. ഒരാൾക്ക് ഉടനെ നാട്ടിൽ പോകണം, അന്ന് ഉടനെ അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എനിക്ക് ഉടനെ പോകണം, ഉടനെ വി ഇൻ്റർവ്യൂ. അതിന് നിയമം ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ലീവായിട്ടില്ല പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ആർ ക്രിയേറ്റിംഗ് ലിറ്റിൽ ഡിസ്റ്റൻസ്. നമ്മൾ ഈ സാങ്കേതികതകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളൊരു ഫാമിലി ആയിട്ട് നമ്മളുടെ ആയിട്ടുള്ള അവരെയും കൂടി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഷെയർ വാട്ട് എവർ യു മേക്ക് ഷെയർ വിത്ത് ദം ആൾസോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എംഫാറിലേക്ക് വരുമ്പോൾ പിന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഒരുപാട് വികസനങ്ങൾ വന്നു. എംഫാറിൻ്റെ പദ്ധതികൾക്ക് ചുവടെ ഇപ്പം കൊച്ചിയിലായാലും പല ഭാഗങ്ങളിലായാലും. അപ്പോൾ അങ്ങനെ കേരളത്തിലും കൂടി അതിൻ്റെ ഒരു ഗുണഫലം കിട്ടണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ആദ്യത്തെ സംരംഭം എന്ന് പറഞ്ഞത് കൊച്ചി കൺവെൻഷൻ സെൻറ്റർ ആൻഡ് മെറിഡിയൻ ഹോട്ടൽ, അതാണ് ആദ്യത്തെ സംരംഭം. അത് എന്ന് പറയുന്നത് അന്നത്തെ സമയത്തിനൊരു പ്രത്യേകത ഉണ്ട്. അന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും ഇഷ്ടപ്പെടാത്തതും, ഇൻവെസ്റ്റ് ചെയ്തവർ
പുറത്ത് കടപൂട്ടി പോകുന്ന ഒരവസ്ഥയിലാണ് ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ നായനാർ സാറാണ് അതിന് നമുക്ക് പ്രചോദനവും പ്രോത്സാഹനവും തന്നത്. അങ്ങനെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തി അത് സക്സസ്ഫുള്ളായി അതിൻ്റെ ഉപയോഗം കണ്ടു തുടങ്ങിയപ്പോഴാണ് അന്ന് ഈ ബൈപ്പാസ് മുഴുവനും, അന്ന് ബൈപ്പാസിൽ ആകെയുള്ള സ്ഥലം അല്ല ആകെ ഒരു ഇത് നമ്മളുടേത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ലേക്ക് ഷോർ ഹോസ്പിറ്റലും തുടങ്ങി. അപ്പോൾ അത് ആ ഒരു സംരംഭം വിജയകരമായതുകൊണ്ട് മറ്റു സംരംഭകർക്ക് അതൊരു ധൈര്യം, ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും. അല്ല അന്ന് ആ കാലത്ത് നോക്കണം, നമ്മുടെ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ നടക്കുന്ന കാര്യം സമയത്ത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നന്നായി നടക്കുന്നു എന്ന് കണ്ടപ്പോൾ മറ്റുള്ളവർ പലരും വന്ന് ബിസിനസ് തുടങ്ങി. അതോടൊപ്പം തന്നെ പിന്നെ നമ്മളിപ്പം പണമുണ്ടാക്കുന്നു, അത് നമ്മളുടെ മാത്രമല്ല സൊസൈറ്റിക്ക് കൂടി അത് വലിയൊരു പങ്ക് കൊടുക്കണം എന്നുള്ള വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്താണ് ഈ സാമൂഹ്യ മേഖലകളിലേക്കൊക്കെ തുടക്കം മുതൽ തന്നെ ഗൾഫാർ നീങ്ങിയത്. അല്ല, അത് അങ്ങനെ സാമൂഹ്യ മേഖലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുണ്ട്. ദർ ഇസ് എ ഗ്യാപ്പ്. എന്ത് ആവശ്യത്തിനും നമ്മൾ ഒരു അടിസ്ഥാന സൗകര്യം. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ അന്ന് കൊച്ചിക്ക് വരണമെങ്കിൽ ആദ്യം ബോംബെയിൽ വന്ന് ബോംബെ കൊച്ചി ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. കൊച്ചിയിൽ എന്നിട്ട് നേവൽ എയർപോർട്ടിലാണെന്ന് വരുന്നത്. അവിടെ പിന്നീടാണ് ഈ കൊച്ചിൻ CIL എയർപോർട്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നത്. അതേപോലെ ഹോട്ടൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പ്രകൃതി മനോഹരമായ നമ്മുടെ സ്ഥലത്ത് വന്ന് താമസിക്കാൻ ഹോട്ടലുകളില്ല. അടിസ്ഥാന സൗകര്യമാണത്. അതിനൊരു കൺവെൻഷൻ ഉണ്ട്. മറ്റു ആൾക്കാരെ പുറം രാജ്യത്തു നിന്നോ പുറം സ്റ്റേറ്റുകളിൽ നിന്നോ കൊണ്ടുവന്ന് ഒരു സമ്മേളിക്കാനുള്ള ഒരു വെന്യൂ ഇല്ല. അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇപ്പം ദുബായിൽ വരുന്നത് കാരണം ദുബായ് എന്തുകൊണ്ട് വരുന്നു? എമിറേറ്റ്സ് എയർലൈൻസ് ദേ ബ്രിങ് പീപ്പിൾ, ഫ്ലൈ ദുബായ്, ദേ ബ്രിങ് പീപ്പിൾ ഫ്രം 200 കൺട്രീസ്. അവിടെ വന്നാൽ കൺവെൻഷൻ, എക്സിബിഷൻ, എനിത്തിങ്. സോ യു ക്രിയേറ്റ് ഓൾ ദീസ് തിങ്സ്. ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരുടേതായ ഫ്രീഡവും ഒക്കെ അവർക്കുണ്ട്, എന്ത് ചെയ്യാം. നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻ്റ് അല്ലേ, അത് നമുക്ക് ചോദിക്കാനൊന്നും. വി ഹാവ് എൻ അക്കൗണ്ടബിലിറ്റി. യു കനോട്ട് ഇവിടെ പൈസ ഉള്ളവന് മാത്രമുള്ള ഒരു സൗകര്യം നോക്കാൻ പറ്റുമല്ലോ. അടിസ്ഥാന സൗകര്യം നമ്മുടെ താഴേക്കുള്ള ഓരോരുത്തർക്കും കിട്ടണ്ടേ. അപ്പോൾ അതിലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ ഈ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന മറ്റൊരു രംഗം. ഞാൻ പറഞ്ഞില്ലേ, ഗാന്ധിജിയുടെ വാക്ക് പറഞ്ഞാൽ, ഇഫ് ഇന്ത്യ ഹാസ് ടു ഡെവലപ്പ്, it has to happen through the rural India. When the people of the youngsters of rural India are empowered, then only our country can grow. That is a basic statement, and that statement is still valid. So one has to focus. If we don't have education, ഇപ്പം ഇന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പലയിടത്തും ഈ അടിസ്ഥാന സൗകര്യ സ്കൂളുകളില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അത് നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകരും മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഒരുമിച്ച് വന്നതിന് ശേഷമാണ് സ്കൂളുകളും കോളേജുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. പണ്ട് കാലത്ത് നമ്മളുടെ ഇപ്പോൾ വടക്കൻ മലബാറിൽ നോക്കണമെങ്കിൽ കുട്ടികൾ അധികം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായില്ല. MES വന്നു, മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു. പിന്നെ നമ്മുടെ മതനേതാക്കന്മാർ ഇവിടെ ഗൾഫിൽ വന്ന് അവർ കണ്ടു നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ ശമ്പളം എത്രയാണ്, വിദ്യാഭ്യാസം ഉള്ളവൻ്റെ ശമ്പളം എത്രയാണ്, ഇതൊക്കെ കണ്ട് അവരും ബോധവാന്മാരായി, തയ്യാറായി. ഇനിയും അതേപോലെ പണ്ടത്തെ ആ യാഥാസ്ഥിതിക മനസ്ഥിതിയിൽ നിന്ന് മാറിയെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോധം, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം, എൻ്റെ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടായപ്പോഴാണ് നമ്മൾ നാട്ടിലെ ജനങ്ങളും കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ മത്സരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഓരോ സമുദായത്തിൻ്റെ വിഭാഗത്ത് അതിലെ മറ്റ് സെക്ഷൻസായിട്ട് തിരിഞ്ഞ് നമ്മളൊരു മത്സര ബുദ്ധിയോടുകൂടി ചെയ്തപ്പോഴാണ് നമ്മൾക്ക് അതിലൊരു വലിയ പെട്ടെന്ന് തന്നെ ഒരു അഭിവൃദ്ധി ഉണ്ടായത്. ഇപ്പോൾ PM ഫൗണ്ടേഷനൊക്കെ ആരംഭിക്കുകയും അത് ഒരുപാട് കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ തുണയാവുകയും ചെയ്തു. അതും പിന്നെ ഈ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ആവിഷ്കരിച്ചതായിരുന്നു. അന്ന് PM ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്ത്
അന്ന് ഇതിനൊരു കാരണമുണ്ട് പ്രത്യേകിച്ച്. അന്ന് നമ്മളുടെ ഇപ്പോൾ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് ഈ ഹയർ പ്രൊഫഷണൽസ്, മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ്, എൻജിനീയേഴ്സ്, ഈ അക്കൗണ്ടൻസ്, അതൊന്നും വലിയ ഒരു ശതമാനം ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം, വിരലിലെണ്ണാവുന്ന ചില ആളുകൾ മാത്രം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ അന്ന് 2-3 ആൾക്കാരെ അറിയുള്ളൂ. കൊല്ലത്തൊരു റഹീം സാഹിബ് ഉണ്ടായിരുന്നു, എറണാകുളത്തൊരു റഹീം സാഹിബ്, അനദർ റഹീം സാഹിബ്, പിന്നെ ചെറിയ കുറച്ച് ആൾക്കാർ. അതേപോലെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, ബാങ്കിങ് എക്സാമിനേഷൻ, അവിടെ ജോലി ചെയ്യാൻ ആൾക്ക് മുസ്ലിം സമുദായത്തിൽ ഹറാമാണെന്ന് ധരിച്ചിരുന്ന ഒരു അങ്ങനത്തെ ആയിരുന്നു മനോഭാവം. അപ്പോൾ ഈ മേലെ അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികകളിൽ ഈ പിന്നോക്ക സമുദായത്തിൽ, മുസ്ലിം സമുദായം മാത്രമല്ല മറ്റ് പിന്നോക്ക സമുദായക്കാരും അതിൽ നിന്ന് കുറേ അകലെയായിരുന്നു. ഇപ്പോൾ ആ അകൽച്ചയ്ക്ക് കുറേ കുറവ് വന്നിട്ടുണ്ട്. കുറേ കുട്ടികൾ, പ്രത്യേകിച്ച് അന്ന് PM ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്ത് 88-ൽ ആദ്യമായിട്ടൊരു വിവരം അറിയണ്ടേ എന്താണ് സ്ഥിതി. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് 60% മാർക്ക് കിട്ടിയ കുട്ടി, അന്ന് മുസ്ലിം കുട്ടികൾ, പിന്നോക്ക സമുദായത്തിലുള്ള കുട്ടികളെ അവർക്ക് വിളിച്ചു വരുത്തി ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു കൊല്ലം തോറും. നമുക്ക് കിട്ടിയത് 27 കുട്ടികളാണ്. മലപ്പുറം ആ ഏരിയയിൽ നിന്ന് കിട്ടിയത് 2 കുട്ടികളാണ്. കേരളം ആകണി ഞാൻ ഈ പറയുന്നത്. ഇന്ന് അതേ സമയത്ത് ഈ പ്രാവശ്യത്തും 8000 ആപ്ലിക്കേഷൻ, അതും 60 അല്ല 96% ഉള്ളവർ A++. എന്നിട്ട് മാധ്യമത്തിൻ്റെ ഞങ്ങൾ ജോയിൻ്റ് ആയിട്ട് ഒരു എക്സാമിനേഷൻ നടത്തി, എല്ലാ സെൻറ്ററുകളും ഒരുമിച്ച് എക്സാമിനേഷൻ നടത്തി. ഇപ്പോൾ 8000-ൽ നിന്ന് 4000 കൊണ്ടുവന്ന്, 4000-ൽ നിന്ന് പിന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്തു. 400 പേർക്ക് നമ്മൾ ഈ സ്പെഷ്യൽ സ്കോളർഷിപ്പും നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രോത്സാഹന സമ്മാനവും കൊടുക്കും. പിന്നെ എഡ്യൂക്കേഷണൽ ലോണ് പലിശയില്ലാതെ കൊടുക്കും, മറ്റുള്ളവർക്ക് സ്കോളർഷിപ്പായും കൊടുക്കും. ഈ പിന്നോക്ക മുസ്ലിം ഈ വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഒരു ഐക്യം രൂപപ്പെടുത്താനും ഗൾഫർ വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള ഒരു തോന്നലാണ്. അത് പിന്നോക്ക ഈ വിവിധ അതിന് മുന്നേ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ മുസ്ലിം സമുദായം പ്രത്യേകിച്ച് വിഘടിച്ചു നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരേ വീട്ടിൽ 3 ദിവസം നോമ്പ് നോറ്റിരുന്ന, പെരുന്നാളാക്കിയിരുന്ന സമയമുണ്ട്. ഒരു കാരണവുമില്ല, വെറും അതിൽ കുറേ ഈഗോ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാതെ, എന്നോട് പറയാതെ അവൻ മറ്റാൾ കയറി അതിന് ഡിക്ലെയർ ചെയ്തു, അത് ശരിയല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 വർഷം ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഒരുമിച്ച്, അന്ന് സിദ്ദീഖ് ഹസൻ സാഹിബുണ്ട്, മുഹമ്മദ് ഷിഹാബ് തങ്ങൾ, ഇവിടെ KC അബ്ദുള്ള മൗല, ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച്, സിദ്ദീഖ് ഹസൻ സാഹിബ് ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന നോമ്പും പെരുന്നാളും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമായത്. അത് 6-7 കൊല്ലത്തെ പണിയുന്നത്. ഇവരെ എല്ലാവരും കൂടെ ഇരിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. അന്നത്തെ സ്ഥിതിയൊക്കെ മാറി. അന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ചെയ്യുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ കുറേ മാനസികമായിട്ട് കുറേ അടുപ്പം വന്നിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ ഒരു സമുദായത്തിന് അത് ഒരു ഗുണകരമായ ഒരു അന്തരീക്ഷം ഉണ്ട്. അതേ സമയത്ത് അതുപോലെ തന്നെ മറ്റ് നോർത്ത് ഇന്ത്യയിലുള്ള പോലെ ഈ ഒരു ഹെയ്റ്റ്രഡ് അല്ലെങ്കിൽ ഒരു വിദ്വേഷ മനസ്ഥിതിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുടെ പ്രവർത്തനങ്ങൾ, പക്ഷെ സമീപകാലത്ത് ആ വിഭജനം കൂടിയിട്ടില്ല. അതെ, അതിനൊരു തടയിടാൻ നമ്മൾക്ക് സാധിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മതസൗഹാർദ്ദ സംഘടന കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷൻ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയത്. അതിലും നമ്മുടെ മുസ്ലിം നേതാക്കന്മാർ ഞാനൊക്കെ ഉണ്ടെന്ന്, പക്ഷെ പ്രവർത്തിക്കുന്നവരും പിന്നെ അതിനൊരു ഡയറക്ഷൻ കൊടുക്കുന്ന ഒരു ബോഡി തന്നെ
നമ്മളിലുണ്ട്. അത് മുസ്ലിം സമുദായത്തിലുണ്ട്, മറ്റ് സമുദായങ്ങൾക്കുണ്ട്. ഈ എല്ലാ സമുദായങ്ങളെയും ഏകോപിച്ച് നമ്മളുടേതായ ഒരു സംഘടന അതിന് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കാണാനൊന്നും ഇല്ല. നമുക്കിപ്പോൾ ഈ അതിൻ്റെ മറ്റ് ശാഖകൾ മറ്റ് ഡിസ്ട്രിക്റ്റിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ലേ നമ്മൾ പ്രശ്നം വരാൻ പോകുമ്പോൾ, ഇപ്പോൾ മൊനമ്പത്ത് ഇഷ്യൂ ആയാലും അതിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ നിർമ്മല കോളേജിലെ പരിപാടികൾ, മറ്റ് ചില വേറെവർ ദർ വാസ് സം എ ഫ്ലെയറപ്പ് വരാൻ സാധ്യതയുള്ള സമയത്ത് വി ഇൻ്റർവീൻ ആൻഡ് വി ട്രൈ ടു നിപ് ദ ബഡ് ഫ്രം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഈ ഈഴവ വിഭാഗങ്ങൾക്കിടയിലൊക്കെ ഒരു ഐക്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയല്ലേ അത്? ക്രിസ്ത്യൻ മുസ്ലിം ഈഴവല്ല, ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മളുടെ ഐഡൻറ്റിറ്റി ഇന്ത്യ, വി ആർ ഇന്ത്യൻസ് എന്നുള്ള ഒരു മനസ്ഥിതി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണ്, മറ്റ് ഹിന്ദു ആണ് എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ വിഭജന മനസ്ഥിതി അത് പണ്ട് കാലത്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടി അന്ന് നമ്മുടെ റൂളിംഗ് എലീറ്റ് ഉണ്ടാക്കിയ വിഭജനം ആണ് നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, മതം നമ്മളുടെ പേഴ്സണൽ ചോയ്സാണ് എന്നുള്ള ആ മനോഭാവം വെച്ച് പുലർത്തിയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വിഭജിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ഫോർ അതേഴ്സ് ടു കൺട്രോൾ യു ആൻഡ് റൂൾ യു. ഇപ്പോൾ ഗൾഫ് നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു അനഭിലഷണീയമായിട്ടുള്ള കുറേ പ്രവണതകളും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലുമൊക്കെ കല്യാണത്തിൻ്റെ പേരിലുള്ള ദൂർത്ത്, ഒരുപാട് പിന്നെ ആവശ്യമില്ലാത്ത കെട്ടിടങ്ങൾ പിന്നെ വീടുകളായിട്ട് വലിയ തോതിൽ നിർമ്മിച്ച് വെക്കും. ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാറ്റം കൂടി വരേണ്ടതായിരുന്നില്ലേ? ഈ പണത്തിൻ്റെ വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നിയില്ലേ? അത് പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്ത് എനിക്ക് കുറേ പൈസ ഉണ്ട്, അതിൻ്റെ ഐ നീഡ് ടു എൻജോയ് ആൾസോ. ദാറ്റ്സ് ഹി ഫീൽസ് ദാറ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നല്ല വളരുന്നത്. അപ്പോൾ അത് ഒരു ചിലർക്കൊരു ഹരമാണത്. എൻ്റെ കയ്യിൽ ഇത്രയുണ്ട്, അത് വി ഡു എക്സ്പ്രസ് ബൈ ഹോൾഡിങ് പ്രഷ്യസ് കാർസ് ഓർ ഹോം ഓർ നല്ല ആർഭാടമായ കല്യാണം ഇതൊക്കെ ചെയ്യുന്നു. അത് ചെയ്യാൻ വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വി ഷുഡ് റെസ്ട്രിക്റ്റ് എനിബഡി ഇഫ് ഇറ്റ് ഈസ് സ്പെൻഡ് ബൈ ഹിസ് ഓൺ മണി, ഹി ഏൺ മണി ആൻഡ് ദാറ്റ് ഈസ് ഹിസ് സർപ്ലസ് മണി. ഇത് പക്ഷേ എപ്പോഴാണ് നമുക്ക് ദ്രോഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കടം വാങ്ങിയും ഇത് ഒഴിവാക്കാവുന്ന ചെലവുകൾ അത് ഡബിളാക്കി ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് പറ്റുന്ന ഈ പറയുന്ന ഈ ദ്രോഹങ്ങൾ, ഈ ദോഷങ്ങൾ. സ്വന്തം പൈസ അതിന് നമുക്ക് എൻ്റെ ആവശ്യത്തിന് കവിഞ്ഞ് എനിക്ക് സർപ്ലസ് ആയിട്ടുണ്ടെങ്കിൽ ചിലവ് ചെയ്തോട്ടെ, അത് നമ്മളാരും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമായിരിക്കില്ല, ഒരുപാട് തിരിച്ചടി ഉണ്ടാവും, ദുരനുഭവങ്ങൾ ഉണ്ടാവും, വ്യക്തി ജീവിതത്തിലും ഗൾഫാറിന് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ എങ്ങനെ മറികടന്നു എന്നുള്ളതാണ്. ഒന്നാമത് ആത്മവിശ്വാസം, പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾക്കതിൽ വിഷമിക്കേണ്ടതുള്ളൂ. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധമുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ആ മനസ്സിൻ്റെ ശക്തി. ആ ഒരു വിശ്വാസം നമ്മളുണ്ടാവണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിക്ഷിക്കപ്പെടണം, അതിൻ്റെ അനുഭവം നമുക്കുണ്ടാവണം. അതിനുള്ള ഏത് തെറ്റ് ചെയ്താലും നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഒരു റോങ് സൈഡ് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് ചില പോലീസ് പിടിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിശ്വാസമുള്ളവരായിരുന്നു. അറിഞ്ഞിട്ട് ഞാനൊരു പൂർണ്ണബോധത്തോടുകൂടി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്.
അപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ളതും ആ കോൺഫിഡൻസും ആണ് നമ്മളെ വിജയം. അല്ല, അതാണ് ശക്തി. അതിൽ ഫൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ആ ശക്തിയാണത്. പിന്നൊക്കെ പഠിച്ചല്ലോ, നമുക്ക് എല്ലാത്തിനും നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ. ഇതിനെല്ലാം കാണുന്നവനും ഭരിക്കുന്നവനും അതിന് കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ സർവശക്തനെല്ലാം ഉണ്ട്. അദ്ദേഹം അവർ നോക്കട്ടെ, അതിലേക്കുള്ള വിട്ടോളൂ. ഇതിപ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പദവിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഒമാനിൽ നിന്ന് പിന്നെ ഗൾഫാറിനെ തേടിയെത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു, ഇനി ആ മേഖലയിൽ എന്താണ് ചെയ്യാൻ പ്ലാനുള്ളത്? ഈ ഹയർ എഡ്യൂക്കേഷനിൽ 1996 മുതൽ ഞാൻ ഒമാനിലുണ്ട്. അതായത് ഇതൊന്നും ബിസിനസ്സല്ല കേട്ടോ. അന്ന് സുൽത്താൻ ഖാബൂസ് ഹയർ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് എഡ്യൂക്കേഷന് അനുമതി നൽകിയപ്പോൾ ആദ്യമായിട്ട് എൻജിനീയറിംഗ് കോളേജ് തുടങ്ങിയത് ഞാനാണ്, 1996. പിന്നീട് 2001 മെഡിക്കൽ കോളേജ് തുടങ്ങി, 2003 ഫാർമസി കോളേജ് തുടങ്ങി. പിന്നീടാണ് ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചിട്ടൊരു യൂണിവേഴ്സിറ്റിക്ക് അവർ പെർമിഷൻ തരുന്നതും. പിന്നീട് നമ്മൾ മെറിറ്റൈം കോളേജ്, ഇതൊന്നും വേറൊരിടത്തിലും അധികം ഇവിടെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഗൾഫിൽ വേറെ മെറിറ്റൈം കോളേജ് നല്ല നമ്മുടെ ഈ ഷിപ്പിൽ പോകുന്ന ഷിപ്പ് ക്യാപ്റ്റനും മറ്റേ ഇവരൊക്കെയുള്ള നല്ലൊരു ഇതാണ് അത്. ഇവിടെ ഞങ്ങളുടെ സോഹാറിലൊരു കോളേജുണ്ട്, മെഡിക്കൽ കോളേജ് വേറൊരു ക്യാമ്പസ് ഉണ്ട്. 5-6 ക്യാമ്പസുള്ള ഒമാനിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി നമ്മൾ തന്നെയാണ്. വളരെ നന്നായി പോകുന്നു. അതിൻ്റെ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ WFME വേൾഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഫെഡറേഷൻ്റെ അംഗീകാരമുള്ളതാണ്. ഒമാൻ ക്വാളിറ്റി കൺട്രോളിൻ്റെ അംഗീകാരമുണ്ട്. അവിടുന്ന് പാസ്സായവർക്ക് 100% ജോലി കിട്ടുന്നുണ്ട്. അതിന് പിന്നെ വേറെ വെയിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ജനങ്ങളും പിന്നെ മനുഷ്യരും ഒക്കെ ആയിട്ട് നിരന്തരം സംവദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ പരമാവധിയൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, വാട്ട് എവർ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചുവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് സർവശക്തൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്, നാട്ടുകാരുടെ സ്നേഹം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ കുടുംബക്കാരെയും കൂട്ടുകാരുടെയും ഒക്കെ ഒരു പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അതിൽ വളരെ സംതൃപ്തിയുണ്ട്. ഇനിയും കൂടുതൽ ചെയ്യാൻ സാധ്യതകളുണ്ട്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ മാതൃകയാക്കുന്ന ഒരുപാട് മലയാളി സംരംഭകരുണ്ട്, ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയും അല്ലോ. അത്തരം ആളുകൾ പോലും ചിലപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കാര്യത്തിലേക്കും അവർ പാളിപ്പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ തൊഴിലാളികൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലുള്ള പരാജയമായിരിക്കും. എന്താണ് ഈ മനുഷ്യരോട് പറയാനുള്ളത്? നമ്മൾക്ക് ഒരു പുതിയ സംരംഭകരാണെങ്കിൽ അവരോട് പറയാനുള്ളത്, മറ്റുള്ള സംരംഭകരായി വിജയിച്ചു നടക്കുന്നവർക്ക് അവർക്കറിയാം, ദേ മസ്റ്റ് ഹാവ് ലേൺ ദാറ്റ്. നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. ജീവിതചര്യയിലൊരു അതൊക്കെ നമ്മളുടെ ഓരോ സമുദായത്തിലും അവരുടേതായ പ്രെയർ ടൈമിങ്സ്, അതൊക്കെ ഒരു ദിനചര്യയിൽപ്പെട്ട നമ്മൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമ്മളുടെ വരവും ചെലവും നോക്കി കാര്യങ്ങൾ നോക്കുക. അധികം റിസ്ക് എടുക്കുമ്പോൾ ഞാനത് താഴെ വീണ് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഫാറ്റൽ. എനിക്ക് എണീറ്റ് നിൽക്കാൻ ഉള്ള അങ്ങനത്തെ ഉയരത്തിൽ നിന്ന് ചാടാൻ അത്ര ഉയരത്തിൽ പോയാൽ മതി. വീണ് കഴിഞ്ഞാൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ സാധിക്കണം. പിന്നെ അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാമല്ലോ. ട്രസ്റ്റ്, ബിൽഡ് ദ ട്രസ്റ്റ് വിത്ത് യുവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് എംപ്ലോയീസിനായാലും എംപ്ലോയറായാലും ഗവൺമെൻറ് ആയാലും മറ്റുള്ള സുഹൃത്തുക്കളായാലും വീട്ടുകാരായാലും നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബാങ്ക്സ്, ഇവരോടുള്ള സത്യസന്ധത പുലർത്തുക. ഒരു ട്രസ്റ്റ്, ബിൽഡ് ദ ട്രസ്റ്റ് ദാറ്റ് യു ആർ ഡിപ്പെൻഡബിൾ, യു ആർ റിലയബിൾ, യു ആർ ഓണസ്റ്റ് എന്നുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ. നമ്മൾ ഇതിനൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് കേരളക്കാർക്ക് ഇന്ന് ദുബൈയിൽ ഗൾഫിൽ ഒരു ബ്രാൻഡുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ പണ്ട് കാലത്ത് ഈ 60കളിലും 70ലും വന്ന് ലാഞ്ചും കയറി എല്ലാം ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇവിടെ വന്ന മലയാളികൾ അന്ന് അവർ ഓരോ ഷെയ്ഖിൻ്റെ വീട്ടിലോ അല്ലെ ഷെയ്ഖിൻ്റെ കമ്പനികളിലൊക്കെ ഓരോരുത്തരുടെ കമ്പനികളിൽ വളരെ സത്യസന്ധമായി ജോലി ചെയ്ത് മലയാളികൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, മലയാളികളെ വിശ്വസിക്കാം, അവരേതൊരു ചുറ്റുപാടിലും അത് ജീവിച്ച് സഹകരിച്ച് പോകും എന്നുള്ള ഒരു വിശ്വാസം
നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ബ്രാൻഡ് വാല്യൂ, കേരള ബ്രാൻഡ് അല്ലെങ്കിൽ മലയാളി ബ്രാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് വാല്യൂ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ കുറച്ചും കൂടെ ബലപ്പെടുത്തണം, ഉയർത്തണം, അതിനെ സംരക്ഷിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാം. ഒറ്റ ചോദ്യം കൂടി, ഈ തിരക്കുകൾക്കിടയിലൊക്കെയും ഫോൺ വന്നാലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും ഒക്കെ റിപ്ലൈ കിട്ടുന്നുണ്ട്, എല്ലാവരും ഇത് പറയുന്നുണ്ട്. അതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? The one who find time for everything, what he needs to do, he is a busy person. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ബിസിയാണ്, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ, I would consider him is a lazy person. He don't want to do this. So in my dictionary, ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് ടെലിഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ദാറ്റ്. വളരെ സന്തോഷം. പിന്നിട്ട് സമയങ്ങളിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് എന്താ പറയുക, പിന്നെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് പറയുക മാത്രമല്ല, കുറെ കൂടി പിന്നെ മനുഷ്യരായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി ഒരു മെച്ചപ്പെട്ട ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, വ്യവസായ രംഗത്തൊക്കെ ഇനിയും മുന്നേറാൻ, അതിൻ്റെ ഗുണഫലം നാട്ടുകാർക്കും നാടിനൊക്കെ ലഭിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുക. അത് തന്നെയാണ് ഓരോരുത്തരും, നമ്മൾ ഓരോ ഇന്ത്യക്കാരനും ഓരോ മനുഷ്യരും ചെയ്യേണ്ടത്. നമ്മളെല്ലാം ഈ സമൂഹത്തിൽ നമ്മൾ ജനിച്ചത് തന്നെ to contribute to the benefit of the others. So contribute, don't be a consumer, you be a contributor. And thank you very much for having